രണ്ടുപേര് ഒരു കാർ വരുന്നു, കാറിൽ റീൽ എടുക്കുന്നു. അത് കഴിഞ്ഞ് ജീപ്പ് വരുന്നു, ജീപ്പിൽ റീൽ എടുക്കുന്നു. അത് നടന്നു വരുന്ന റീല്, ഇരിക്കുന്ന റീല്, ചായ കുടിക്കുന്ന റീല്, അങ്ങനെ വലിയ റീല്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ, ഈ പറയുന്ന റീലുകളിൽ ഒന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റീല് മുഴുവൻ ചിത്രീകരിക്കുന്നത്? അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ പറഞ്ഞ റീലുകളിലൊന്നും സ്ഥാനാർത്ഥി ഇല്ല. ഈ പറഞ്ഞ ആര്യാടെ ഷൗക്കത്തിനെ നിങ്ങൾ എത്ര റീലിൽ കണ്ടു? അപ്പൊ ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ക്യാമറ ടീമിനെയും ഫോട്ടോ എടുക്കാൻ ആളെയും ഇത് റീലിൽ ചിത്രീകരിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയും ഇതിനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ്. ഓപ്പൺ ജീപ്പിൽ കയറിക്കുക, ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞ് ഇറങ്ങുക, അതിനൊരു സെറ്റ് ഉണ്ടാക്കുക, 3-4 ക്യാമറ ആൾക്കാർ, വിഷ്വൽ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഭാഗത്ത് എല്ലാവരുടെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള സ്ഥലത്തേക്ക് നേരെ വരും. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ ഒരു വലിയ ആരവം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാവരും വന്നതിന് ശേഷം ഇവർ വരുള്ളൂ. ആദ്യം വന്നത് ഒരു കൂട്ടുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും വന്നതിന് ശേഷം വന്നിട്ട് ഈ റീലൊക്കെ എടുത്തിട്ട് റീലിങ്ങനെ പറപ്പിക്കും ആകാശത്ത് കൂടെ. അപ്പൊ ഞാനാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാം ഇത് റീലാണെന്നും. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരല്ല അവരുടെ മുന്നിലുള്ളത്. അവരെ സംബന്ധിച്ച് കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ വലിയ നേതാവാണ്, ഞാൻ വലിയ സംവിധാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് തോന്നിക്കുന്നത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിച്ചത് അഹങ്കാരവും ഇവരുടെ ഈഗോയും മാത്രമാണ്. തുടക്കം തുടങ്ങി ഈ സമയം വരെ അഹങ്കാര ഈഗോയാണ്. ഇവരെന്തിനാണ് ഒരു പോലീസ് ഒരു ഇലക്ഷൻ ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ തട്ടിക്കയറേണ്ട